UDF അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാവർക്കർമാരുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിയ സമരപ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 266 ദിവസം നീണ്ടുനിന്ന ആശാവർക്കർമാരുടെ രാപ്പകൽ സമരത്തിനാണ് ഇതോടെ സമാപനമായത്. സമരം ജില്ലാ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർ അറിയിച്ചിരുന്നു. ആശാവർക്കർമാരുടെ സമരപന്തലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയിരുന്നു. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുകയും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യുന്നതുവരെ പ്രാദേശിക തലങ്ങളിൽ സമരം തുടരാനാണ് തീരുമാനം. സമരം 1 വർഷം തികയുന്ന 2026 ഫെബ്രുവരി 10 തിരുവനന്തപുരത്ത് മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. ആശാമാരുടെ ഓണറേറിയം 1000 രൂപ പ്രഖ്യാപിച്ചത് നേട്ടമാണെന്ന് വിലയിരുത്തിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചത്. ഈ സമരത്തിന്റെ രൂക്ഷതയും അതിന്റെ ഗൗരവവും അതിന്റെ ആഴവും ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. 4ാമത്തെ ദിവസം മുതൽ ഈ സമരപ്പന്തലിൽ ഇവിടെ ഉണ്ട്. എനിക്കറിയാം, ഞാൻ ഇതുവരെ കാണാത്ത ഒരു സമരമാണ് ഇവിടെ. ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഈ സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരും എന്ന കാര്യത്തിൽ എനിക്ക് ഇവിടെ നടന്ന സമരത്തേക്കാൾ രൂക്ഷമായിരിക്കും ഇനി ജില്ലാ തലങ്ങളിലും പഞ്ചായത്തുകളിലെല്ലാം നടക്കുന്ന സമരം. ഇത്രമാത്രം ജനപിന്തുണ കിട്ടിയ ഒരു സമരം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് സ്ത്രീ ശക്തിയുടെ മഹത്തായ വിജയമാണ്. ഒരു കാര്യം 33 രൂപയാണെങ്കിലും ഇത് കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്ന് തത്വത്തിൽ സമ്മതിച്ചല്ലോ. എന്തൊരു പരിഹാസമായിരുന്നു, ഒരു അർഹതയില്ല. കഴിഞ്ഞ ദിവസം കുറെ കള്ളക്കണക്കൊക്കെ പറഞ്ഞു കിട്ടുന്ന പൈസ 233 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്, അല്ലേ? അതിനേക്കാൾ അപ്പുറത്തൊന്നും കിട്ടുന്നില്ല. എന്നിട്ട് ഇപ്പൊ 33 രൂപയെങ്കിലും കൂട്ടിയല്ലോ. കൂട്ടിയെന്ന് നമ്മൾ എതിർക്കുന്നില്ല. 1000 രൂപ ഒരാരും വീട്ടിൽ നിന്ന് എടുത്ത് തരുന്നതല്ലോ, അർഹതപ്പെട്ടതാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക് മിനിമം വേജസിന്റെ നിലവാരത്തിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് ഇത്. ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും അന്തിമമാണ്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ വെച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, UDF സർക്കാർ 26 അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങൾ തീരുമാനം, ആദ്യത്തെ ക്യാബിനറ്റ് യോഗം. അത് കഴിഞ്ഞ് വേറെ ഏത് കാര്യങ്ങളും നോക്കുള്ളൂ. UDF 3ാമത്തെ പ്രാവശ്യം ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നു. വാക്ക അത് നല്ലാതെ ഇവര് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇതിപ്പോ എല്ലാവർക്കും ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഇലക്ഷന്റെ തലേദിവസം ചെയ്യുന്ന ഒരു പണിയുണ്ടല്ലോ. 1600 രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 2500 ആക്കും എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചിട്ട് 4 കൊല്ലം 1 രൂപ കൂട്ടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ തലയാഴ്ചയിൽ 400 കൂട്ടിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്ന ആളാണ് നമ്മളോട്. അവരുടെ ഈ കാപട്യത്തിനെതിരായ, അവരുടെ ഈ അധികാരത്തിന്റെ ദാസ്യത്തിനെതിരായ ഈ സഹോദരിമാർ ചെയ്ത സമരത്തെ കണ്ടില്ലായിരുന്നു. അവരെ പരിഹസിച്ച അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് നിങ്ങളെ കളിയാക്കിയവർക്കുള്ള തക്കതായ തിരിച്ചടിയാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ഒരു സംശയമില്ല. ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കൂടെ ഉണ്ടാകും, ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ഇവിടെ ഇത്രയും ഉജ്ജ്വലമായ സമരം നടത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതിന്റെ നേതാക്കളെ, എല്ലാവരെയും, നമ്മുടെ കുടുംബമായവരെല്ലാവരും, അതുപോലെ അവരെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. എവിടെ നിങ്ങൾ സമരം ചെയ്താൽ അവിടെയെല്ലാം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ആ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം